അത്ര നല്ല തുടക്കമായിരുന്നില്ല നമുക്ക് ഇത്തവണ ലഭിച്ചത്. ആദ്യ 4 മത്സരങ്ങൾ പരാജയം, കഴിഞ്ഞ മാച്ചിൽ സമനില. ഇനി നമ്മുടെ അടുത്ത മാച്ച് കൊച്ചിയിൽ നമുക്ക് മുമ്പ് ഇതുവരെ കീഴടങ്ങിയിട്ടില്ലാത്ത പഞ്ചാബിനെതിരെയാണ്. നമുക്ക് വളരെയധികം നിർണായകമാണ് ഈ മത്സരം. പഞ്ചാബ് സാധാരണയായി 4-2-3-1 അല്ലെങ്കിൽ 4-3-3 സിസ്റ്റത്തിൽ കളിക്കുന്ന ടീമാണ്. അവർ മിഡ്ഫീൽഡിൽ പന്ത് പിടിച്ചു നിർത്താനും വിങ്ങുകളിലൂടെ അതിവേഗം അറ്റാക്ക് നടത്താനും ശ്രമിക്കും. ഫുൾ ബാക്കുകൾ മുന്നിലേക്ക് വരികയും വിങ്ങുകളിലെ സ്പേസ് ഉപയോഗിച്ച് ക്രോസുകൾ നൽകുകയും ചെയ്യുന്നതാണ് അവരുടെ രീതി. അത് മുതലെടുക്കാനായി ഓപ്പോണന്റിന്റെ ബോക്സിൽ ഫിസിക്കൽ സ്ട്രൈക്കറെ അവർ വിന്യസിക്കുകയും ചെയ്യും. ഒപ്പം ഉയർന്ന ഇന്റൻസിറ്റിയിൽ നമ്മളെ പ്രസ് ചെയ്യാനും അവർ ശ്രമിക്കും. സെക്കൻഡ് ബോൾ വിൻ ചെയ്യുന്നതിലും അവർ വളരെയധികം മികവ് കാട്ടുന്നുണ്ട്. നമ്മൾ ഡിഫൻസിൽ സ്പേസ് കൊടുത്താൽ അവരത് ഉപയോഗിച്ച് വിങ്ങുകളിലൂടെ അതിവേഗത്തിൽ ക്രോസുകൾ നൽകി ബോക്സിൽ എഫ്യോണിന് അവസരം നൽകിക്കൊണ്ടേയിരിക്കും. വേഗതയുള്ള വിങ്ങേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ കൗണ്ടർ അറ്റാക്കിലും അവർ മികച്ചു നിൽക്കുന്ന ടീം തന്നെയാണ്. എന്നാൽ അവർക്കും ചില വ്യക്തമായ ദൗർബല്യങ്ങളുണ്ട്. പ്രതിരോധത്തിൽ അവർക്ക് വേഗത കുറവുണ്ട്. ഹൈ പ്രസ് നേരിടുമ്പോൾ അവർക്ക് പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ഫുൾ ബാക്കുകൾ അറ്റാക്കിന് പോകുമ്പോൾ അവരുടെ ഡിഫൻസിന് പിന്നിൽ സ്പേസ് ഉണ്ടാകുന്നു. അവരെ പ്രതിരോധത്തിലാക്കാൻ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട 3 കാര്യങ്ങൾ: ഫുൾ ബാക്കുകളുടെ പിന്നിലെ സ്പേസ് കൗണ്ടർ അറ്റാക്കിൽ ഉപയോഗപ്പെടുത്തുക, അവരുടെ സെന്റർ ബാക്കുകൾക്ക് മേൽ ഹൈ പ്രസിംഗ് നടത്തുക, നമ്മുടെ വിങ്ങേഴ്സിന്റെ സ്പീഡ് ഉപയോഗിച്ച് അവരുടെ ഡിഫൻസ് തകർക്കുക. ഓവറോൾ നോക്കുമ്പോൾ പഞ്ചാബ് എഫ് സി നമ്മളെക്കാൾ കരുത്തരായ ടീം തന്നെയാണ്. പക്ഷേ അവരുടെ ദൗർബല്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചാൽ മത്സരത്തിൽ നമുക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കാനാവും.